ഇന്ധന വില വർധനവിന് പിന്നാലെ ഓട്ടോറിക്ഷ നിരക്കുകളും അടിയന്തരമായി തന്നെ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സ്വതന്ത്ര ഓട്ടോ തൊഴിലാളി യൂണിയൻ രംഗത്തെത്തുകയാണ്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അവർ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്താണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക്? അതായത് നിരക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് 2022 അവസാനമായിട്ട് ചാർജ് വർധനവ് 30 വന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് പരിഗണനയിലേക്ക് ഇവർ കഴിഞ്ഞ ഭരണം അത് നടത്തിയില്ലായിരുന്നു. അപ്പോൾ അവരിറങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ തുടർന്ന് വന്ന ഇപ്പോഴുള്ള UDF ഭരണം നമ്മൾക്ക് അനുകൂലമാണ് എന്ന പ്രതീക്ഷയോടുകൂടി ഒരു ധർണയുമായി സംസ്ഥാനത്തുള്ള എല്ലാ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എത്രയാണ്? മിനിമം രൂപ മിനിമം ചാർജിലോട്ട് എത്ര കിലോമീറ്റർ 25 റുപ്പീസും 25 രൂപ അപ്പ് ആൻഡ് ഡൗൺ. അതായത് 50 രൂപ മിനിമം ചാർജ് പെർ കിലോമീറ്റർ 25. അതിന് അപ്പ് ആൻഡ് ഡൗൺ ആണ് 50. അതെ. അപ്പൊ അത് ആരെങ്കിലും കാണുകയോ സംസാരിക്കുകയോ ചെയ്തു? ഇന്ന് മിനിസ്റ്റർ മീറ്റ് ഉണ്ട്. നമ്മളെ നേതാക്കൾ അവിടത്തോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇത് സംസ്ഥാന വ്യാപകമായിട്ട് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണോ? ധർണ മാത്രമാണ് ഇത്. ഇതിലൂടെ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടില്ല എങ്കിൽ പിന്നെ തുടർന്ന് മറ്റു ജില്ലാ നേതൃത്വമായി കൂടി ആലോചിച്ചുകൊണ്ട് അതാത് ജില്ലകളിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് മാർച്ചിലും ഇതിൽ ശക്തമായി ഞങ്ങളുണ്ടാവും. ഇങ്ങനെ ഒരു തടസ്സം വരാൻ ഈ പൈസ ഇങ്ങനെ കൂട്ടുന്നതിന് ഒരു വെല്ലുവിളിയായി സർക്കാർ ഉന്നയിക്കുന്ന കാര്യം എന്താണ് നിങ്ങൾക്ക് മുമ്പിൽ? സർക്കാരിന് മുമ്പിൽ നമുക്ക് പറയാം, നമ്മൾ ജനങ്ങളുമായിട്ട് നല്ല സൗഹൃദത്തിൽ കൊണ്ടുപോകും ഓട്ടോ മേഖല. ഇത് ചാർജിന്റെ പ്രശ്നമാണ് നമ്മളെ ഈ യാത്രക്കാരുമായിട്ട് അടികൂടേണ്ടി വരുന്നത്. അപ്പൊ അത് പരിഹരിക്കണമെന്ന് വെച്ചാൽ മീറ്റർ പഞ്ചായത്തിൽ ഓടുന്ന വണ്ടികൾക്ക് പ്രത്യേക കളർ അടിച്ചിട്ട് മീറ്ററായിട്ട് ഫീഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിന് ബില്ല് വരെ കിട്ടും. അതേ സംവിധാനം മീറ്ററിൽ ചെയ്യുക. അപ്പൊ ജനങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടാവും. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പൈസ തരുന്നില്ല, അധികം തരുന്നില്ല, ഇങ്ങനെ എടുത്തോ ഒരു നമ്മൾ ശപിക്കുന്ന പോലെ തരുന്നതാണ്. അല്ലാണ്ട് ഒരു മനസ്സറിഞ്ഞ് തരുന്നില്ല. അത് നമുക്ക് ഭയങ്കര വേദന ഉണ്ടാക്കുന്നു ചില കാര്യത്തിൽ. നമുക്ക് നഷ്ടം കൊണ്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ആ ഭാഗത്ത് എന്താ പോകാതെ ഈ ഭാഗത്ത് ഭയങ്കര പറയാതെ ഇവിടെ പോയാലോ വിളിച്ചാൽ വരുന്നില്ല. നമ്മൾ ഇങ്ങനെ വിളിച്ചാൽ പോകാണ്ടിരുന്നാൽ നമ്മളെ വീട്ടിലേക്ക് ഓട്ടോമാറ്റിക് നമ്മളെ അക്കൗണ്ട് പണം വരില്ലല്ലോ. നമ്മളെ അക്കൗണ്ട് പണം വരില്ലല്ലോ. അപ്പൊ നമ്മൾ ഓടണം. പക്ഷെ ജനങ്ങളായിട്ട് നല്ല ഇതിൽ ഇതാണ്. അപ്പൊ മീറ്റർ കാണുന്ന പൈസ മതി. പക്ഷെ അത് ഒരു പഞ്ചായത്തിലാണെങ്കിൽ അത് റിട്ടേൺ ചാർജ് അടക്കമില്ല ഇത് വരിക. പിന്നെ കോർപ്പറേഷനാണെങ്കിൽ ഒരു നിശ്ചിത പരിധിക്ക് ശേഷം വരുന്ന പൈസ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന വിധത്തിൽ സംവിധാനം ഇതാക്കി വെക്കുക. റിട്ടേൺ ചാർജ് കൂടെ കൂട്ടി റിട്ടേൺ ആളെ കിട്ടില്ലല്ലോ. ചില സ്ഥലത്ത് നമുക്കിപ്പോ ചില പഞ്ചായത്തുകളിൽ വെച്ചാൽ ഇവിടെ നമ്മൾ ഓട്ടോ പോയി കഴിഞ്ഞാൽ ആ ഓട്ടോ പോയി തിരിച്ച് അതേ സ്റ്റാൻഡിൽ തന്നെ വരണം. അപ്പൊ എന്ന് വെച്ചാൽ നഷ്ടം വരും. വൺ സൈഡ് ചാർജ് വരുന്നുള്ളൂ. അതുപോലെ നമ്മൾ ഒരാള് പിന്നെ അധികം നാട്ടിൻപുറത്തിന് ഫോൺ ട്രിപ്പ് ഉണ്ടാവും. അപ്പൊ പോയി കഴിഞ്ഞാൽ നമ്മൾ മീറ്റിട്ട് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ 7 രൂപ അധികം വരും. നമ്മൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ 7 രൂപ അധികം വരും. മിനിമം ചാർജിന് ശേഷം മിനിമത്തിന്റെ ഓടത്ത് 7 രൂപ അധികം വരുന്നത്. അതുപോലെ അപ്പൊ അങ്ങനെ നമുക്ക് വേണ്ട ലാഭം വേണ്ട. പക്ഷെ നമുക്ക് ഓടിയതിന്റെ ഒരു പൈസ നമുക്ക് കിട്ടണം. അപ്പൊ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്വതന്ത്ര ഓട്ടോ തൊഴിലാളി യൂണിയനും പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. സർക്കാർ പ്രതിനിധികളുമായി അവർ ചർച്ച നടത്തുന്നുണ്ട്. അടിയന്തരമായൊരു ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ തുടർ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.